പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. പൗരത്വത്തിന് മതം മാനദണ്ഡമായി വരുന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അപ്പോഴും ഇപ്പോഴും DYFI ശക്തമായ സമരമുയർത്താനുള്ള പ്രധാന കാരണം. പൗരത്വത്തിന് മതം മാനദണ്ഡമാകരുത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ്. ഒരു മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നത് മാറുകയാണ്. ഒരു എത്നിക് റിപ്പബ്ലിക്കിലേക്ക്, വംശീയ റിപ്പബ്ലിക്കിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിനുള്ള നിർണായകമായ ചുവടുവയ്പ്പാണ് RSS നടത്തിയിരിക്കുന്നത്, BJP ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഇത് മുൻപ് CAA മുൻപോട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ തന്നെ വലിയ തോതിലാണ് രാജ്യത്തെ യുവതികളും യുവാക്കളും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വലിയ പ്രക്ഷോഭത്തിലേക്ക് അന്ന് അണിനിരക്കുകയുണ്ടായി. ഇപ്പോഴും അതിശക്തമായ പ്രക്ഷോഭത്തിന് DYFI നേതൃത്വം നൽകും. ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ചട്ടങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് DYFI. ജനാധിപത്യപരമായ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ സഹകരിപ്പിക്കാൻ കഴിയുന്ന എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. വരും ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ, ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം DYFI ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ഇതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് DYFI ആലോചിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യുകയും പൊളിറ്റിക്കൽ ബാറ്റിലിന് പുറമേ തന്നെ ഒരു ലീഗൽ ബാറ്റിലിന്, ഒരു നിയമയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ആരാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. DYFI അത്തരത്തിൽ നിയമപരമായ പോരാട്ടത്തിനും ഇക്കാര്യത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാനും മുന്നിട്ടിറങ്ങും.